അപ്പം നമ്മളിതേ ബോഗൺവില്ലയൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. താമരക്കുളത്തിന് ചുറ്റുമായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ ബോഗൺവില്ലയൊക്കെ. നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാനായിട്ട്. എല്ലാ കളറും മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇതിലിപ്പോൾ ഇല്ലാത്ത കളറെന്ന് അറിയാൻ വൈറ്റ് ഉണ്ടായിരുന്നു. മഴക്കാലം വന്നപ്പോഴേ അത് പെട്ടെന്ന് 2 കളർ ഇപ്പം എൻ്റെ അടുത്ത് പോയി. ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് റൂബി റെഡും ഇതുപോലെ തന്നെ മഴ വന്നപ്പോൾ പോയതെന്ന്. കുറേയൊക്കെ ഇനി പൂവിടാനുണ്ട്. ചിലതൊക്കെ ഞാനിപ്പോൾ ആദ്യമേ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൂൺ ചെയ്ത് വലിയ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഇനി ഇത് നിറയെ പൂക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്യാവശ്യം വെയിലും കിട്ടും. അപ്പോൾ പിന്നെ ഇവിടെ കുഴപ്പമില്ലാത്തൊരു സ്ഥലമെന്ന് തോന്നും. ഇവിടുന്ന് ചെടുക്കുന്നുണ്ട്. അവന് പുറത്തേക്ക് വരേണ്ട സമയമായി. ഈ നേരത്തെ അവൻ അഴിച്ചിരുന്നത്. ഭയങ്കര കുറുമ്പാണ് അവന്. വന്നു പുറത്തേക്ക്. കണ്ടില്ലേ കുറുമ്പനെ? ബോഗൺവില്ല പൂക്കളൊക്കെ കണ്ട പല കളറിൽ. ഇപ്പോൾ താമരക്കുളത്തിൻ്റെ അവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നോട്ടം ചെല്ലുന്നിടത്താകുമ്പോഴേ എപ്പോഴും ഇതിൻ്റെ എന്തെങ്കിലും ചെടിക്ക് വാട്ട എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പം കണ്ടുപിടിക്കും. ഉയരത്തിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെടി അധികം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. താഴെയാകുമ്പോൾ നമ്മൾ എന്തായാലും 2 നേരമെങ്കിലും നമ്മൾ തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ചെടികളൊക്കെ ഒന്ന് നമ്മൾ നോക്കും. അപ്പോൾ എപ്പോഴും നോട്ടം ചെല്ലും ഇതിന്. ഈ ബോഗൺവില്ല പിന്നെ ഹൈബ്രിഡൊക്കെ ആകുമ്പോൾ മഴക്കാലം വരുമ്പോൾ നല്ല മഴയാകുമ്പോൾ ചില ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. നല്ല എണ്ണം ചെടികളൊക്കെ എൻ്റെ അങ്ങനെ 2-3-4 ചട്ടിയിലത്തെ അങ്ങനെ ചീഞ്ഞു പോയതാണ്. വേര് ഒരു പൂപ്പൽ പോലെ വന്ന് ആകെ ഇതായി ഇല കൊഴിഞ്ഞ് ഒക്കെ പോയി. ഇത് കണ്ട നല്ല ഫ്ലെയിം ഓറഞ്ചാണ് ഇത്. നല്ല ഭംഗിയാണ് ഇത് നിറയെ പൂത്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. ഓരോ പൂക്കളും അതിൻ്റേതായ പ്രത്യേകതയും ഭംഗിയും ഉണ്ട്. കളറുകളായാലും കളറുകൾ ഇപ്പോൾ പിങ്ക് തന്നെ ചെറിയ വ്യത്യാസങ്ങളിലും ഇലയുടെ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരേ ചെടികളും. കണ്ട ഇതിൽ പിന്നെ കുറേ നാടൻ വെറൈറ്റികളും ഉണ്ട് കേട്ടോ. നാടൻ വെറൈറ്റികൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉയരത്തിൽ കൊമ്പുകൾ പോവുക. അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇടയ്ക്ക് ഞാൻ